ഖുർആനിലെ സുന്നത്തിൽ വ്യക്തമായി പറയാത്തതുണ്ട്, പറഞ്ഞതുണ്ട് നമ്മൾ പറഞ്ഞു. പറയാത്ത കാര്യം പറഞ്ഞതിനോട് സമയമില്ല, പറഞ്ഞതിനോട് തുലനം ചെയ്ത് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുക എന്ന് പറഞ്ഞു. ഇജ്തിഹാദ് ചെയ്യേണ്ടത് ഇജ്തിഹാദിന് കഴിവുള്ള മുജ്തഹിദുകൾ മാത്രമേ. അല്ലാത്ത ആളുകൾ, സാധാരണക്കാരും ഇജ്തിഹാദ് ചെയ്താൽ അത് അസ്ഥാനത്താണ്, പാടില്ല, ഹറാമാണ്. പിന്നെ അവർ തഖ്ലീദ് ചെയ്യാണ് വേണ്ടത് മുജ്തഹിദിനെ എന്നതിന് രണ്ടാമത്തെ ആയത്ത് തെളിവ് ആക്കുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ വിശദീകരണം. അവിടെ ആയത്ത് ഏതാണ്? യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, അത്തീഉല്ലാഹ, നിസാ സൂറത്ത് 59, അള്ളാഹ്ക്ക് വഴിപ്പെടണം. അതായത് അള്ളാഹു ഖുർആനിൽ നസ്സായി വ്യക്തമായി പറഞ്ഞതിന് വഴിപ്പെടണം എന്നായി. അള്ളാഹ്ക്ക് വഴിപ്പെടണം തന്നെ ഖുർആന് വഴിപ്പെടണം എന്നാണ്. ഖുർആനിൽ വ്യക്തമായി പറഞ്ഞത് സ്വീകരിക്കണം. വാത്തിയൂർ റസൂല, റസൂലിനെ വഴിപ്പെടണം. അപ്പൊ ഹദീസിൽ വ്യക്തമായി പറഞ്ഞത് സ്വീകരിക്കണം എന്നായി. ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാര്, മുജ്തഹിദുകളായ പണ്ഡിതന്മാർക്ക് വഴിപ്പെടണം എന്നാണ് റാസി ഇമാം അതിനർത്ഥം കൊടുക്കേണ്ടത്. അപ്പൊ പണ്ഡിതന്മാര് മൊത്തത്തിൽ ഇജ്മാ തെളിവാണ് എന്നതിന് തെളിവാണ് ഖുർആന് അത്തിയുല്ലാഹ. പിന്നെ വാത്തിയൂർ റസൂല ഹദീസ് സുന്നത്ത് തെളിവാണ്. ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ലോക്കൽ ഉലിൽ അംറല്ല, മറിച്ച് ആരാണ് അവിടെ മെയിനായിട്ട് ഉദ്ദേശിച്ചത്? ഗവേഷണത്തിന് അർഹരായ ഇൽമുള്ള പണ്ഡിതന്മാരുടെ മൊത്തം ഗവേഷണം, മുജ്തഹിദുകളുടെ ഗവേഷണം സ്വീകരിക്കണം. അപ്പൊ അവരുടെ ഇജ്മാ സ്വീകരിക്കണം എന്നർത്ഥം. ഇജ്മാ സ്വീകരിക്കണം എന്നുള്ളതിനാണ് ഉലിൽ അംരി മിൻകും. അപ്പൊ ഖുർആന് സുന്നത്ത് ഇജ്മാന് 3 തെളിവായി. ഇനി ഖിയാസിന്റെ തെളിവാണ് അടുത്തത്. ഫൈൻ തനാസഅതും, നിങ്ങൾ തർക്കിച്ചാൽ. അപ്പൊ ഇവിടെ തർക്കം എങ്ങനെ ഉണ്ടാവില്ലേ? ഖുർആനിലുണ്ട്, റസൂലിന്റെ വാക്കിലുണ്ട്, ഇജ്മായിലുണ്ടെങ്കിൽ പിന്നെ തർക്കം ഉണ്ടാവില്ല. അപ്പൊ അതിൽ വ്യക്തമായി പറയാത്തതിലാണ് തർക്കം. നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഖുർആനും ഹദീസും ഇജ്മാവും സ്വീകരിക്കൽ വ്യക്തമായി പറഞ്ഞതാണ്. ഇപ്പൊ ഫൈൻ തനാസഅതും, ഇങ്ങോട്ടും നിങ്ങൾ തർക്കിച്ചാൽ, അപ്പൊ പറയാത്ത വിഷയത്തിലായിരിക്കും തർക്കം. റാസിമാമൻ അങ്ങനെ വിവരിക്കുന്നുണ്ട്. നിങ്ങൾ തർക്കിച്ചാൽ ഫീ ഷൈഇൻ, ഒരു വസ്തു, ഇപ്പൊ റുദ്ദൂഹു, നിങ്ങൾ റദ്ദ് ചെയ്യും, അതിനെ മടക്കൂ അള്ളാഹുവിലേക്കും. അപ്പൊ പറഞ്ഞതിലേക്ക് മടക്കേണ്ടി വരും. പറയാത്ത വിഷയം പറഞ്ഞതിനോട് തുലനം ചെയ്യേണ്ടി വരും. ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹ്, അപ്പൊ ഖിയാസ് തെളിവാണെന്നായി. ഖുർആന്, സുന്നത്ത്, ഇജ്മാ. പിന്നെ പറയാത്ത വിഷയങ്ങൾ അതിലേക്ക് മടക്കിക്കളിന്നാ പറഞ്ഞത്. ഖുർആനിലേക്ക് മടക്കിക്കോ, പറയാത്ത വിഷയം പറഞ്ഞതിനോട് തുലനം ചെയ്യാൻ നോക്കുക. ഹദീസിലേക്ക് മടക്കിക്കോ, അങ്ങനെ മടക്കൂന്നാണ്. ഫൈൻ തനാസഅതും ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി. അപ്പൊ ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹിൽ യൗമിൽ ആഖിരി, നിങ്ങൾ അല്ലാഹുവിൽ എന്താണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ദാലിക ഖൈറു വഅഹ്സനു തഅ്വീല, അതാണ് ഉത്തമം, അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞു. ഈ ആയത്ത് വിവരിച്ച് റാസി ഇമാം പറയുന്ന വാചകം നമ്മൾ ചെക്ക് ചെയ്യാം. അവിടെ റാസി ഇമാം പറയാം, നീ അറിയുക, അന്ന ഖൗലഹു, അള്ളാഹുവിന്റെ വാക്ക്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂ ഇലല്ലാഹി റസൂലി, നിങ്ങൾ തർക്കിച്ചാൽ അള്ളാഹു റസൂലിലേക്ക് മടക്കണം എന്ന് പറഞ്ഞു. യദുല്ലു ഇൻദനാ അലാ അന്നൽ ഖിയാസ ഹുജ്ജ, മനസ്സിലാണ്ട? ഖിയാസ് ഹുജ്ജത്താണ് എന്നതിന് തെളിവാണ്. അപ്പൊ ഖിയാസ് ഹുജ്ജത്തായി. ഖുർആന്, സുന്നത്ത്, ഇജ്മാ. ഖിയാസിന് ആ ഭാഗം, ആദ്യ ഭാഗം ഖുർആനായിരുന്നു, ഇല്ലല്ലാ. പിന്നെ റസൂലിനെ അനുസരിക്കുന്നതാണ്, അത്തിയൂർ റസൂല. പിന്നെ ഉലുൽ അംർ, ഇജ്മാ ആണ് അവിടെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട്. പിന്നെ തർക്കമായാൽ നിങ്ങൾ ആ പറഞ്ഞിലേക്ക് മടക്കൂ. അപ്പോ ഖിയാസ് ഹുജ്ജത്താണ്. അതിന്റെ മൂപ്പര് ന്യായീകരണം പറയാം, അതിന്റെ വജ്ഹുകൾ പറയാം. വല്ലദീ യദുല്ലു അലാ ദാലിക, ഈ ആയത്ത് ഖിയാസ് ഹുജ്ജത്താണ് എന്നതിന്റെ ദലീല അവലെങ്ങനെയാണ്? അന്ന ഖൗലഹു, അല്ലാഹുവിന്റെ വാക്ക്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഇവിടെ നിങ്ങൾ തർക്കിച്ചാൽ നിങ്ങൾ അല്ലാഹു റസൂലിലേക്ക് മടക്കണം എന്നത് ഇമ്മാ യകൂനൽ മുറാദു, ഒന്നിരിക്ക ഉദ്ദേശമാണ്. ഫഇൻ ഇഖ്തലഫ്തും ഫീ ഷൈഇൻ, ഒരു വസ്തുവിൽ തർക്കിച്ചാൽ, ഹുക്കുമു മൻസൂസുൻ അലി, വ്യക്തമായി പറഞ്ഞ ഹുക്കുമിൽ തർക്കിച്ചു എന്നാണോ? ഫിൽ കിതാബി വസ്സുന്നഹി വൽ ഇജ്മാഇ, ഖുർആനിലോ സുന്നത്തിലോ ഇജ്മായിലോ വ്യക്തമായി പറഞ്ഞതിൽ തർക്കിച്ചു എന്നാണോ? അവൽ മുറാദു ഫഇൻ ഇഖ്തലഫ്തും ഫീ ഷൈഇൻ ഹുക്കുമു ഗൈറു മൻസൂസിൻ അലി ഫീ ഷൈഇൻ മിൻ ഹാദിഹി സലാസ, ഖുർആനിലും സുന്നത്തിലും മൻസൂസ് അല്ല, വ്യക്തമായി പറയാത്ത വിഷയത്തിൽ തർക്കിച്ചു എന്നാണോ? രണ്ടാലൊന്നാവണം. വൽ അവ്വലു ബാത്തിൽ, വ്യക്തമായി പറഞ്ഞ വിഷയത്തിൽ പിന്നെ തർക്കം ഉണ്ടാവില്ലല്ല. അപ്പൊ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. വ്യക്തമായി പറഞ്ഞാൽ പിന്നെ നേരെ വഴിപ്പെടില്ല വേണ്ടിയത്, പിന്നെ തർക്കമില്ലല്ല. അത് പറഞ്ഞല്ല ആദ്യം.
ഫകാന ദാലിക ദാഖിലൻ തഹ്ത ഖൗലി അത്തിയുല്ലാഹ, വ്യക്തമായി പറഞ്ഞ വിഷയം അവിടെ വഴിപ്പെടണം എന്ന് പറഞ്ഞതല്ലേ, അത് അത്തിയുല്ലാഹ എന്ന് പറഞ്ഞതിന്റെ ഉള്ളിൽ കടന്നില്ലേ, വാത്തിയുർ റസൂല എന്ന ഉള്ളിലും കടന്നില്ലേ. സുന്നത്ത് വഴിപ്പെടണം വ്യക്തമായി പറഞ്ഞാല് വൗലിൽ അംരി മിൻകും അതിന്റെ ഉള്ളിലും കടക്കും. മുജ്തഹിദുകളായ പണ്ഡിതന്മാർക്ക് വഴിപ്പെടണമെന്ന്. അപ്പൊ എന്നെ വ്യക്തമായി പറഞ്ഞ വിഷയമല്ല ഈ തർക്കിക്കേണ്ടത് എന്ന് മനസ്സിലായി. വഹീനൈദി യസീറു ഖൗലുഹു ഫൈൻ തനാസഅതും ബിശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലിഹി, നിങ്ങൾ തർക്കിച്ചാൽ അല്ലാഹു റസൂലിലേക്ക് മടക്കണം എന്ന് പറഞ്ഞത് ആകും. എന്തെന്നായാല് ഇതും വ്യക്തമായി പറഞ്ഞതെന്ന് വെച്ചാൽ ഇആദത്തലി ഐനി മാമല, നേരത്തെ പറഞ്ഞത് തന്നെ മടക്കി പറയലാകും. നേരത്തെ വ്യക്തമായി പറഞ്ഞത് അല്ലാഹു റസൂലും പറഞ്ഞത് കേട്ടോളി എന്ന് പറഞ്ഞു. പിന്നെയും പറയാ നിങ്ങൾ തർക്കിച്ചാൽ അല്ലാഹു റസൂലിലേക്ക് മടക്കിക്കോളി എന്ന് പറഞ്ഞാല് അപ്പൊ വ്യക്തമായി പറഞ്ഞതെന്ന് വെച്ചാൽ ആ പറഞ്ഞത് പറഞ്ഞു നേരത്തെ. പിന്നെയും പറയാ തന്നെയാണോ വ്യക്തമായി പറഞ്ഞതിൽ അല്ലാഹു റസൂലുമായി പെട്ടോളിന്ന്? അപ്പൊ ആവർത്തന വിരസത വരും. അപ്പൊ ഇന്ന് ഏതാണ് ഈ പൈന്തനാസത്തു? നേരത്തെ പറഞ്ഞ വ്യക്തമായി പറയാത്തതാണെന്ന് മനസ്സിലാക്കണം. ഈ ആദത്തല്ലേ അതിന് മാമത കഴിഞ്ഞു പോയത് തന്നെ മടക്കി പറയേണ്ട ആവശ്യമില്ലല്ല. അപ്പൊ അന്ന വൈറു ജായിസ് മടക്കി പറഞ്ഞു കൊടുക്കല് അത് ശരിയല്ല. ഫൈദാപത്ര ഹാദൽ കിസ്മു, അപ്പൊ പറഞ്ഞു തന്നെ വീണ്ടും അള്ളാഹ് എന്ത് പറയല്ല, നിങ്ങൾ തർക്കിച്ച അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കൂ എന്ന് നേരത്തെ പറഞ്ഞ വ്യക്തമായി പറഞ്ഞോടത്തല്ല എന്ന് മനസ്സിലായി. അപ്പൊ ആ കിസ്മു വാത്തിലാത്താനി, അപ്പൊ ഏതാണ് പൈന്തനാസത്തു എന്നുള്ളത് വ്യക്തമായി പറയാത്ത വിഷയം എന്ന് മനസ്സിലാക്കാം. വഹുവ അന്നൽ മുറാദ, അപ്പൊ അത് ഉദ്ദേശം എന്താണ്? പൈന്തനാസത്തും ബിശൈഇൻ ഹുക്മുഹു ഗൈറു മദ്കൂരിൻ ഫിൽ കിതാബി വസുന്ന വൽ ഇജ്മാ, അതിന്റെ ഹുക്മ വ്യക്തമായിട്ട് എന്തില്ല പറഞ്ഞിട്ട് ഇല്ലാത്ത വിഷയം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ വ്യക്തമായി പറയാത്തതിലാണ്. ഓക്കെ, വൈദാക്കാന കദാലിക്, ഇങ്ങനെ ആകുമ്പോൾ ലം യകുനിൽ മുറാദ് മിൻ ഖൗലിഹി, അള്ളാഹുവിന്റെ വാക്കിന്റെ ഉദ്ദേശമല്ല ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലിഹി എന്നതിന്റെ ഉദ്ദേശമല്ല എന്ന് മനസ്സിലായി. തലബ ഹുക്മിഹി, അതിന്റെ ഹുക്മ തേടലല്ല, മിൻ നുസൂസിൽ കിതാബി വസുന്ന, കിതാബിന് സുന്നത്തിൽ വ്യക്തമായി പറഞ്ഞതിനെ തേടൂ എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. പിന്നെന്താണ്? ഫയകുനൽ മുറാദു, അപ്പൊ ഉദ്ദേശമാണ് റദ്ദു ഹുക്മിഹി, അവിടെ വ്യക്തമായി പറയാത്തതിന്റെ ഹുക്കുമെ മടക്കണം, ഇലൽ അഹ്കാമിൽ മൻസൂസത്തി, വ്യക്തമായി പറഞ്ഞ ഹുക്കുമിലേക്ക്, ഫിൽ വഖാഇൽ മുശാബിഹത്തി ലഹു, സദൃശമായ അതിനോട് സാദൃശ്യമായതായിരിക്കും പറയാത്തത് പറഞ്ഞതിനോട് തുല്യം ഉണ്ടെങ്കിൽ അതിലേക്ക് മടക്കണം എന്നാണ്. വദാലിക ഹുവൽ ഖിയാസു, അതിനാണ് എന്തെന്ന് പറയല്? ഖിയാസ് എന്ന് പറയല്. ഫസബത്ത, അപ്പൊ സ്ഥിരമായി, അന്നലായത്ത ദാലത്തുൻ അല അൽ അംരി ബിൽ ഖിയാസ്, ഖിയാസ് ചെയ്യണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന ഇവിടെ. നിങ്ങൾ റുദ്ദു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖിയാസ് ചെയ്ത് കണ്ടെത്തിക്കൊള്ളുന്ന. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ഖിയാസ് കൂടി ഹുജ്ജത്താണ് എന്ന് ഇവിടെ മനസ്സിലായി. ഇനിയും ഈ ആയത്തിന്റെ തഹ്തില് റാസി ഇമാമ് ധാരാളം പറയുന്നുണ്ട്, പിന്നീട് പറയുന്നുണ്ട്. ഏതായാലും ഖിയാസ് ഹുജ്ജത്താണ് എന്നതിന് തെളിവാണ്. ഖിയാസാക്കാൻ ആർക്കേ പറ്റുള്ളൂ? മുജ്തഹിദായ അതിന് കഴിവുള്ളവര്. കഴിവില്ലാത്ത പൊട്ടന്മാര്, വഹാബി പൊട്ടന്മാരാണ് ഇപ്പൊ ഖിയാസാക്കാൻ നടക്കുന്നത്. 4 പരിഭാഷ വായിച്ചു കണ്ട് ഇങ്ങോട്ട് എന്താക്കാണ് ഷാഫി ഇമാമിനെ കാട്ടി കടത്തി വെട്ടാനുള്ള പരിപാടിയാണ്. അത് നടക്കൂല. അത് ഗവേഷണത്തിന് കഴിവുള്ളവർ തന്നെ വരണം. അത് റാസി ഇമാം അതിന്റെ വാക്കിയില് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് എഴുതിയിട്ടില്ല. അതാ അവിടെ ബൈലാവി ഇമാം ഇതേ വ്യാഖ്യാനം പറഞ്ഞത് അങ്ങോട്ട് വായിച്ചിട്ട് നിർത്താം. ബൈലാവി ഇമാം പറയുന്നു, വസ്തുതല്ല ബിഹി മുൻകിറുൽ ഖിയാസി, ഖിയാസ് ഇൻകാർ ചെയ്യുന്നവർ ഈ ആയത്ത് തെളിവാക്കിക്കണം. ഖിയാസിനപ്പൊ നമ്മൾ തെളിവാക്കിയത്, ഖിയാസ് പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിന് തെളിവാക്കിക്കണം ഈ ആയത്ത്. എങ്ങനെ? വഖാലു ഇന്നഹു തആല ഔജബ റദ്ദൽ മുഖ്തലിഫീൽ കിതാബി വസുന്ന, ഭിന്നതയുള്ളത്, അഭിപ്രായ വ്യത്യാസം ഉള്ളത് കിതാബ് സുന്നത്ത്ക്ക് മടക്കണം എന്നല്ല പറഞ്ഞത്, ഖിയാസ്ക്ക് മടക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? അല്ലാഹു റസൂലിലേക്ക് മടക്കണം എന്നല്ല പറഞ്ഞത്. വൗജീബ, ഇതിന് മറുപടി ബിഅന്ന റദ്ദൽ മുഖ്തലിഫീൽ മൻസൂസ് അലൈഹി, ഈ അഭിപ്രായ വ്യത്യാസം ഉള്ളത് വ്യക്തമായി പറഞ്ഞതിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാല് ഇന്നമാ യകൂന ബിത്തംസീലി വൽ ബിനായ അലൈഹി, വ്യക്തമായി പറഞ്ഞതിലേക്ക് തുലനം ചെയ്യലല്ലത്, അതല്ലേ ഖിയാസ്, അല്ലാതെ അങ്ങനെ മടക്കല്. അപ്പൊ അത് അയിമല് തുലനം ചെയ്തിട്ട് ഉപമിച്ച് സാദൃശ്യം ഉണ്ടോ നോക്കണീനാണ്, അതിനാണ് ഖിയാസ്. എന്നിട്ട് പറയാം അപ്പൊ ഇത് ഖിയാസാണ് എന്നർത്ഥം.
പ്രത്യേകിച്ച് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞതിന് ശക്തിയാണ്. ആദ്യം എന്ത് പറഞ്ഞില്ല അള്ളാഹ്ക്ക് റസൂലിനെ വഴിപ്പെടണ വ്യക്തമായി, പിന്നെയും വഴിപ്പെടണം എന്ന് പറഞ്ഞാണ്ട് ഉത്തർക്കൂലല്ലോ. അപ്പൊ ഇത് ഖിയാസാണ്. ആദ്യം അള്ളാഹു പറഞ്ഞത് നേരിട്ട് സ്വീകരിക്കുക, വഴിപ്പെടുക, വ്യക്തമായി പറഞ്ഞത്. പിന്നെ ഫഇന്നഹു യദുല്ലു അലാ അന്നൽ അഹ്കാമ സലാസത്തുൻ, 3 വിധം ഹുക്കുമുകൾ ഉണ്ടാവും. മുസ്ബിത്തും ബിൽ കിതാബ്, ഖുർആന് വ്യക്തമായി പറഞ്ഞത്. മുസ്ബത്തും ബി സുന്ന, സുന്നത്തിൽ വ്യക്തമായി പറഞ്ഞത്. മുസ്ബത്തും ബിർ റദ്ദി അലൈഹിമാ അലാ വജ്ഹിൽ ഖിയാസ്, ഖിയാസ് ആയിട്ട് പറഞ്ഞത്. പിന്നെ ഇജ്മാ ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ 3 ഹുക്കുമിന് ഇവിടെ തെളിവ് കിട്ടി എന്ന്. പിന്നെ ഉലിൽ അംറിൽ ഇജ്മാവും പെടും എന്ന് റാസി ഇമാം അതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എഴുതിയത് കാണുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമുക്ക് അതിന്റെ ഭാഗം സെർച്ച് ചെയ്താൽ കിട്ടും. ഈ ആയത്തിന്റെ തഫ്സീർ റാസി ഒന്ന് നോക്കുക. അങ്ങോട്ട് ഇതിന്റെ ബാക്കി ഭാഗം കൂടി എല്ലാവരും എഴുതിക്കൊണ്ടുവരാം. റബ്ബനാ തഖബ്ബൽ